അന്തം വിട്ടാൽ എന്തും ചെയ്യും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഏതാണ്ട് BJPക്ക് കേരളത്തിലെ അവസ്ഥ ആ നിലയിലാണ്. കാരണം സ്ഥാനാർത്ഥികളെ 140 മണ്ഡലങ്ങളിൽ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണിപ്പോൾ BJP. ഇവിടെ മുൻപൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു 10-12 വർഷം മുമ്പ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. അതാണ് കേരളത്തിന്റെ ചരിത്രം. കേരളമാണ് ഒരുപക്ഷെ മുന്നണി രാഷ്ട്രീയത്തിന്റെ മാതൃക ഇന്ത്യയിലാകമാനം എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് 1957 അധികാരത്തിൽ ഏറ്റതിന് ശേഷം വന്നിട്ടുള്ളതായിട്ടുള്ള എല്ലാ മന്ത്രിസഭകളും കൂട്ടുകക്ഷി മന്ത്രിസഭകളായിരുന്നു. ഈ സന്ദേശമാണ് കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും കാലക്രമേണ വ്യാപിച്ചത് എന്നുള്ളതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം. എന്തിനു പറയട്ടെ, ഇപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതും ഒരു മുന്നണി മന്ത്രിസഭ എന്ന രീതിയിലാണ്. കാരണം തെലുങ്ക് ദേശം പാർട്ടിയുടെയും അതുപോലെ ബീഹാറിലെ ജനതാദൾ യു നിതീഷ് കുമാറിന്റെയും MP-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ BJPക്ക് കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളൂ. അങ്ങനെ ആയിരുന്നില്ല BJPയുടെ കഴിഞ്ഞ മന്ത്രിസഭ. 2019 അധികാരത്തിലേറ്റ മന്ത്രിസഭ, 2014 അധികാരത്തിലേറ്റ മന്ത്രിസഭയൊന്നും ഇതുപോലെ മറ്റു കക്ഷികളെ ചാരി നിൽക്കേണ്ട ദുർഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ കക്ഷി സമ്പ്രദായം മന്ത്രിസഭ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇത് ദേശവ്യാപകമായിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ BJPക്ക് അംഗം കുറിക്കാനായിട്ട് ആളുകളെ കണ്ടെത്താൻ വല്ലാതെ നെട്ടോട്ടമോടുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ ഇത് അഭിമാന മത്സരമായി മാറിയിരിക്കുന്നു. അവർക്കാകെ കൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു നിയമസഭാ അംഗത്തെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട O രാജഗോപാൽ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ജയിച്ച തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ നിന്ന് തുടർന്നുള്ള മത്സരങ്ങളിൽ ഒന്നും തന്നെ BJPക്ക് ജയിക്കാനായി സാധിച്ചിട്ടില്ല. അതുപോലെ കേരളത്തിൽ ഒരിടത്തും BJPക്ക് ഒരു നിയമസഭാ സാമാജികനെയോ അതുവരെ അയക്കാനായി സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് അവരെ പാർലമെന്റിൽ അവരുടെ അടയാളം വരുത്തിയത്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതോടുകൂടി BJPയുടെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു പാർലമെന്റ് അംഗം ഉണ്ടായി. എന്നാൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ദേശീയ തലത്തിൽ BJPയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിൽ മന്ത്രി പോലുമായിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിലെ BJPക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഈ കേരളത്തിലേക്ക് നിയോഗിച്ചത് തന്നെ കേരളത്തിൽ ഇതുവരെ BJPക്ക് ഒരു അക്കൗണ്ട് കാര്യമായി തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനുള്ള എല്ലാ സാധ്യതകളും പരമാവധി ചൂഷണം ഉപയോഗിക്കുക എന്ന രീതിയിലാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളിനെ കേരളത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒന്നും BJP ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സീറ്റുകളൊന്നും ലഭിച്ചില്ല. അവർക്ക് ഏക ഊന്നുവടിയായി ആശ്വാസമായി കിട്ടിയെന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനാണ്. അത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചരിത്ര നേട്ടമാണ്. കേരളത്തിന്റെ തലസ്ഥാനത്തെ കോർപ്പറേഷന്റെ മേയർ സ്ഥാനവും ഭരണ സംവിധാനവും BJP പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. അത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ അക്കൗണ്ടിൽ പെടുത്തുന്നതിലും തെറ്റില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു കെമിസ്ട്രി അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പറയുന്ന മൂന്നാം മുന്നണി, BJP നേതൃത്വം കൊടുക്കുന്ന മൂന്നാം മുന്നണി എന്ന് പറയുന്നത് തന്നെ അത്ര ശരിയല്ല. കാരണം ആ മുന്നണിയിൽ നാമമാത്രമായിട്ടുള്ള ചില ഒറ്റയാൾ കക്ഷികൾ മാത്രമേ ഉള്ളൂ. BJPയുടെ മുന്നണി എന്ന് പറയുന്നതാണ്, BJP എന്ന് പറയുന്നത് തന്നെയാണ് കൂടുതൽ ശരി. അങ്ങനെ NDA എന്ന് പറയുന്ന മുന്നണിയും LDF UDF അങ്ങനെ ഒരു ത്രികോണ മത്സരമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ സ്ഥാനാർത്ഥികളെ തക്കതായി കണ്ടെത്തി എവിടെയെങ്കിലും 4-5 പേരെങ്കിലും ജയിപ്പിച്ചെടുക്കണം എന്ന രീതിയിൽ അവർ മണ്ഡലങ്ങളെ 140 മണ്ഡലങ്ങളെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ തരംതിരിച്ചിരിക്കുകയാണ്. അപ്പൊ A ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ
താരപരിവേഷമുള്ളവരായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിനായി അവർ നെട്ടോട്ടം ഓടുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത വളരെ കൗതുകമുണർത്തുന്നതാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അനിഷേധ്യനായ കോൺഗ്രസിന്റെ നേതാവായിരുന്ന, ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ശ്രീമാൻ കെ കരുണാകരന്റെ മകൾ ശ്രീ പത്മജയെ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. BJPയുടെ പട്ടിക ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല, LDFന്റെ വന്നിട്ടില്ല, UDFന്റെ വന്നിട്ടില്ല. അവിടെ എവിടെയായി ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിൽ അനൌദ്യോഗികമായി എത്തിയെങ്കിലും തൃശൂരെ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഔദ്യോഗികമല്ലാതെ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീ കെ കരുണാകരന്റെ മകൾ ശ്രീ കെ പത്മജ തൃശൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, അത് ശ്രീമതി പത്മജയുടെ സഹോദരനാണ് കോൺഗ്രസിന്റെ മുൻനിര നേതാവായിരിക്കുന്ന ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തൃശൂർ മണ്ഡലത്തിൽ അദ്ദേഹം ജനിച്ചു വളർന്ന ആ നഗരത്തിൽ മറ്റു പല പ്രത്യേകമായ സവിശേഷ സാഹചര്യങ്ങളാൽ, രാഷ്ട്രീയ കാരണങ്ങളാൽ കഴിഞ്ഞ തവണ അവിടെ ജയിക്കാനായി സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ ശവകുടീരങ്ങൾ അല്ലെങ്കിൽ സ്മൃതി മണ്ഡപങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു മണ്ഡലമായിട്ട് പോലും അദ്ദേഹത്തിന് ചില താളപ്പിഴകളൊക്കെ സംഭവിച്ചു. അത് മറ്റു കാരണങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രാപ്തി കുറവ് കൊണ്ടോ അംഗീകാരമില്ലായ്മയോ കൊണ്ടോ അല്ല, മറ്റു ചില കാരണങ്ങളാൽ അവിടെ അത് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയി, LDFന് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു താരപരിവേഷത്തിന്റെ മറവിൽ മറ്റൊരു താരമായിട്ടുള്ള ശ്രീമതി പത്മജയെ ഇറക്കിയാൽ തൃശ്ശൂർ പിടിച്ചെടുക്കാം. തൃശ്ശൂർ അവരുടെ A ക്ലാസ് മണ്ഡലമാണ്, പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ശ്രീമതി പത്മജ അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നറിയുന്നു. ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ശ്രീമതി പത്മജ പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് കളം മാറി BJPയിൽ അംഗത്വമെടുത്തത് ചില പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പച്ചയായി പറഞ്ഞാൽ ശ്രീമതി പത്മജയെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇവിടെ വളരെ പരസ്യമായി മാധ്യമങ്ങളാകെ ചർച്ച ചെയ്തതാണ്. അതന്ന് അവർ BJPയിൽ ചേർന്ന സമയത്താണ്. എന്നാൽ ഇത്രയും നാളായിട്ടും അവർക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. അതിന്റെ പരിഹാരം എന്നോണം ആയിരിക്കണം തൃശ്ശൂര് പത്മജയെ അംഗത്തിലിറക്കി പോരാടാനായി ശ്രമിക്കുന്ന തൃശ്ശൂർ എന്ത് വില കൊടുത്തും, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിന്റെ ഗുണം കൂടെ അനുഭവിച്ചുകൊണ്ട് അവിടെ വിജയിക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഏതാണ്ട് അനൗദ്യോഗികമായി ചുവരെഴുത്ത് വരെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ. അതുപോലെ കെ സുരേന്ദ്രൻ കാസർഗോഡ്, അതുപോലെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, അതുപോലെ പി മുരളീധരൻ കഴക്കൂട്ടത്ത്, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അനൗദ്യോഗികമായി. അങ്ങനെ ചില ആളുകളുടെ കാര്യത്തിൽ മണ്ഡലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ ശ്രീമതി പത്മജ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. ഒരു ഘട്ടത്തിൽ വളരെ കൗതുകകരമായ ഒരു വാർത്തയായിരുന്നു, സ്വന്തം സഹോദരനെതിരായി ശ്രീമതി പത്മജ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ ഇന്നറിയുന്നത് ശ്രീമതി പത്മജ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ എന്തായാലും വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ പോകുന്നില്ല. തൃശ്ശൂരിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഏതാണ്ട് മൗനസമ്മതം കൊടുത്തിരിക്കുന്നു. അവരുടെ ജന്മദേശമാണ്, അവരുടെ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ കർമ്മമണ്ഡലമാണ്, വൈകാരികമായി വളരെയേറെ അടുപ്പമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നിശ്ചയമായും അവരവിടെ ജയിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഏതാണ്ട് തൃശ്ശൂർ ശ്രീമതി പത്മജയുടെ മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് കിട്ടുന്നതായിട്ടുള്ള വാർത്ത. പക്ഷെ അത് എത്ര അളവ് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അവർക്ക് വിജയസാധ്യതയുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. കാരണം കേരളത്തിൽ നടക്കുന്നത് ഒരു തികഞ്ഞ രാഷ്ട്രീയ മത്സരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF, UDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് 140 മണ്ഡലങ്ങളിലും വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്നത്. അതിനകത്ത് ഈ പറയുന്നത് പോലെ BJP A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ പോലും BJPയോട് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ
തെരഞ്ഞെടുപ്പ് ആയുധമായി പൊതുസമൂഹം എടുത്തിരിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി സർക്കാരിനെ ഒരു നിമിഷം പോലും ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറല്ല എന്ന സന്ദേശം കേരളമാകെ പരന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണി പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരള യാത്ര ആ തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായി കാണുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മത്സരം LDFും UDFും ആണെങ്കിലും അതിനിടയിലൂടെ BJPയെ പൂർണ്ണമായി എഴുതി തള്ളാനായി സാധ്യമല്ല. അവർ ഒരുപക്ഷെ ശതമാനക്കണക്കിൽ കുറെ വോട്ടുകളൊക്കെ പിടിച്ചേക്കും. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 13.69% വോട്ടുകളെ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അതേസമയം 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19% വരെ അവർ നേടിയതാണ്. അപ്പോൾ അവരുടെ വളർച്ച എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവർ അഭിമാനമായി കൊണ്ടു നടക്കുന്നത് അവിടെയായ 1-2 പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ. എന്നാൽ അതിനേക്കാളൊക്കെ ഏറെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്തു എന്നതാണ്. അതൊക്കെ ആകട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു രസതന്ത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രീമതി പത്മജ അവിടെ സ്ഥാനാർത്ഥിയാകുമെങ്കിലും അവരുടെ വിജയ സാധ്യത എത്രമാത്രം ഉണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ അതിനെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്നത്.